കൊച്ചി കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണത്തിനുള്ള വാഹനങ്ങളുടെ വാടക കരാറിലെ അഴിമതി ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം. മേയർക്ക് താൽപര്യമുള്ളയാൾക്ക് തുടർച്ചയായി കരാർ കിട്ടുന്നത് അഴിമതിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇടതുപക്ഷം ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണത്തിനുള്ള വാഹനങ്ങൾ വാടകയ്ക്കെടുക്കുകയാണ് പതിവ്. കരാർ കാലാവധി കഴിയുമ്പോൾ പുതിയ ടെൻഡറുകൾ വിളിക്കുന്നതിന് പകരം നിലവിലുള്ള കരാറുകാരന് വീണ്ടും അവസരം നൽകുകയാണ് ഇപ്പോഴത്തെ പ്രതിഷേധത്തിന് കാരണം. UDF ഭരണസമിതിയുടെ കാലത്തും ഇത്തരം കരാർ അഴിമതി ആരോപണം ഉയർന്നു വന്നിരുന്നു. എന്നാൽ അന്ന് ഏറ്റവും അധികം പ്രതിഷേധവുമായി രംഗത്ത് വന്നവരാണിപ്പോൾ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആരോപണം. സാങ്കേതികത്വത്തിന്റെ പേരിൽ നടത്തുന്ന ടെൻഡറുകളൊക്കെ റദ്ദാക്കി കളയുകയും അത് കാരണം ഇവർക്ക് വീണ്ടും ഇത് തുറന്നുകൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയും ചെയ്യുമ്പോൾ ഒരു നെക്സസ് കോർപ്പറേഷനിൽ രൂപപ്പെടുന്നു എന്നുള്ളൊരു ആരോപണമാണ് UDF ഉന്നയിക്കുന്നത്. മേയർ അടക്കമുള്ളവർക്ക് ഇതിലത്തെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. നേരിട്ട് കയ്യിൽ കാശ് വാങ്ങിക്കുന്നത് മാത്രമല്ല അഴിമതി എന്ന് പറയുന്നത്. അഴിമതിക്ക് ചിലർക്ക് അന്യായമായ ലാഭം ഉണ്ടാക്കാനായിട്ടും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും മറ്റ് പല സാങ്കേതികത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കരാറുകൾ നിലനിർത്തുന്നതും ഒക്കെ അഴിമതിക്ക് സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചിരുന്നു. കുറഞ്ഞ നിരക്കിലുള്ള ടെൻഡറുകൾ തുടരാൻ മാത്രമാണ് അനുമതി നൽകിയതെന്നും നിയമാനുസൃതമായാണ് എല്ലാം ചെയ്തതെന്നാണ് മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ നൽകുന്ന വിശദീകരണം. ടെൻഡറുകൾ വൈകുന്ന സാഹചര്യത്തിൽ പഴയത് തുടരാൻ നിശ്ചിത സമയപരിധി തീരുമാനിക്കാമെന്നും മേയർ യോഗത്തിൽ പറഞ്ഞു. ന്യൂസ് മലയാളം, കൊച്ചി.